ഫാം ബിൽസ് 2020. ഇതിൽ 3 ബിൽസാണ് അറിയേണ്ടത്. ഒന്ന്, ദ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ 2020. The Farmers Empowerment and Protection Agreement of Price Assurance and Farm Services Bill 2020. 3, The Essential Commodities Amendment Bill 2020. ഈ ഓരോ ബില്ലിൻ്റെ പ്രൊവിഷൻസ് നോക്കാം, അതേപോലെ ഇഷ്യൂസ്, ഗവൺമെൻറ് പറയുന്ന ക്ലാരിഫിക്കേഷൻസ് നോക്കാം. ഒന്ന്, ദ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ 2020. What are the main provisions? One, the new legislation will create an ecosystem where the farmers and traders will enjoy a freedom of choice of sale and purchase of agricultural produce. അതായത് ഫാമേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പ്രൊഡക്ട്സ് വിൽക്കാം, ട്രേഡേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരിൽ നിന്നും ഫാമേഴ്സിൻ്റെ നിന്നും അവർക്ക് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വാങ്ങാം. So it is giving more freedom to farmers and traders. 2, it will promote a barrier-free interstate and intrastate trade and commerce. So സംസ്ഥാനത്തിനകത്ത് ഫാമറിന് ഏത് മണ്ടിയിലും പ്രൊഡക്ട്സ് വിൽക്കാം. ഇനിയും ഇൻ്റർസ്റ്റേറ്റ് ആവട്ടെ, അതായത് യു പിയിലുള്ള ഒരു ഫാർമറിന് ഹരിയാനയിലെ ഒരു മണ്ടിയിൽ പ്രൊഡക്ട്സ് വിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഹരിയാനയിലുള്ള ഒരു കമ്പനിയിൽ പ്രൊഡക്ട്സ് വിൽക്കണമെങ്കിൽ അതും പോസിബിൾ ആണ്. So the bill is promoting interstate and intrastate trade and commerce. മൂന്നാമത്തത്, the farmers will not be charged any cess or levy for the sale of their produce. So products വിൽക്കാൻ നേരത്ത് ഫാമേഴ്സ് സെസ് കൊടുക്കേണ്ട കാര്യമില്ല, അതേപോലെ ടാക്സും ഫാമേഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. ആൻഡ് they will not have to bear transport cost. സോ ദൂരെയുള്ള മണ്ടീസിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആവും, നല്ല രീതിയിൽ കാശാവും, അത് ഫാമേഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. സോ ഇൻട്രാസ്റ്റേറ്റ് ആവട്ടെ, ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് ആവട്ടെ, ഫാമേഴ്സ് നീഡ് നോട്ട് ബെയർ എനി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. നാലാമത്തത്, ദ ബിൽ പ്രപ്പോസസ് ആൻ ഇലക്ട്രോണിക് ട്രേഡിംഗ് ഇൻ ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോം. സോ ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് ട്രേഡേഴ്സ് പല സംസ്ഥാനങ്ങളിലായിരിക്കാം, ഏറ്റവും വില തരുന്ന ട്രേഡറിന് ഫാർമറിന് പ്രൊഡക്റ്റ് വിൽക്കാവുന്നതാണ്. സോ ഫാർമർ ഇലക്ട്രോണിക്കലി തന്നെ ഏറ്റവും പ്രൈസ് ഏത് ട്രേഡറാണോ തരുന്നത് അയാൾക്ക് ഫാർമറിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാം. സോ കുറച്ചും കൂടെ നല്ല വില ഫാർമറിന് കിട്ടും. 5, ഇൻ അഡീഷൻ ടു മണ്ടീസ്, ഫ്രീഡം ടു ഡു ട്രേഡിംഗ് അറ്റ് ഫാം ഗേറ്റ്, കോൾഡ് സ്റ്റോറേജ്, വെയർഹൗസ്, പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എക്സെട്ര. സോ അഗ്രികൾച്ചറൽ മണ്ടീസിൽ തന്നെ പ്രൊഡക്ട്സ് ഫാർമറിന് വിൽക്കണം എന്നില്ല. ഫാർമറിന് വേണമെങ്കിൽ ഫാം ഗേറ്റിൽ വിൽക്കാം, അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് കമ്പനീസിൽ വിൽക്കാം, വെയർഹൗസ് കമ്പനീസിന് വിൽക്കാം, ഓർ എനി പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ദാറ്റ് വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദ ഫാമർ ഹിംസെൽഫ്. Farmers will be able to engage in direct marketing. അതായത് ഇന്റർമീഡിയറീസിനെ അവോയ്ഡ് ചെയ്ത് ഫാമേഴ്സിന് കമ്പനീസുമായിട്ട് ഡയറക്റ്റ്ലി മാർക്കറ്റ് ചെയ്യാം, ഡയറക്റ്റ്ലി ബാർഗെയിൻ ചെയ്യുകയും ചെയ്യാം. ഒരുപാട് ലെവൽ ഇന്റർമീഡിയറീസ് ഉണ്ട് ബിറ്റ്വീൻ ദ ഫാർമർ ആൻഡ് ദ കമ്പനി. അത് മാറ്റാനാണ് ഈ ബില്ലിൽ ശ്രമിക്കുന്നത്. The farmers will be able to engage in direct marketing, thereby eliminating intermediaries, resulting in full realization of price. ഇത്രയുമാണ് the main provisions in this particular bill. ഇനി what are the issues? എന്തൊക്കെയാണ് ഇഷ്യൂസ് പറയുന്നത്? ഒന്ന്, procurement at minimum support price will stop. MSP procurement സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ് ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്. അതായത് വാട്ട് ഈസ് ആൻ MSP? എന്താണ് MSP? ഒരു ബമ്പർ ഹാർവസ്റ്റിൻ്റെ സമയത്ത്, അതായത് മൺസൂൺ നല്ല രീതിയിൽ മൺസൂൺ ഉണ്ടെങ്കിൽ, അതേപോലെ സയൻറ്റിഫിക് ആയിട്ട് പെസ്റ്റിസൈഡ്സും കെമിക്കൽസും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഹാർവസ്റ്റ് ഉണ്ടാവും. അതായത് ദ സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വിൽ ഇൻക്രീസ്. സോ ബമ്പർ ഹാർവസ്റ്റിന് സമയത്ത് ദ സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വിൽ ഇൻക്രീസ്. അതിനനുസരിച്ച് ഡിമാൻഡ് കൂടണം എന്നില്ല. So when supply increases and the demand is not increasing, what will happen to the price of the product? The price will decrease, അല്ലേ? പ്രൈസ് കുറയും.
സോ പ്രൈസ് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ ആ വിലയ്ക്ക് പ്രൊഡക്ട്സ് വിൽക്കാൻ ഫാമേഴ്സിന് നല്ലതായിരിക്കത്തില്ല. കാരണം ലാഭം ഉണ്ടാവത്തില്ല. കാരണം പ്രൈസ് ഒരുപാട് കുറവാണ്. ആ പ്രൈസിൽ എങ്ങനെയാണ് ഫാമേഴ്സ് വിൽക്കുക? ഉദാഹരണത്തിന് ഒരു നല്ല മൺസൂണുള്ള സമയങ്ങളിൽ സപ്പോസ് ദ മാർക്കറ്റ് പ്രൈസ് ഈസ് 5 rupees പെർ കിലോഗ്രാം ഓഫ് ടൊമാറ്റോ. 1 കിലോ തക്കാളിക്ക് മാർക്കറ്റ് പ്രൈസ് 5 രൂപ എന്നിരിക്കട്ടെ. MSP നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫോർ 1 kilogram ഓഫ് ടൊമാറ്റോ ദ MSP ഈസ് ₹10. 10 രൂപയാണ് MSP. ഫാർമറിന് എന്ത് ചെയ്യാം? ഫാർമർ നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് 5 രൂപയാണ് പെർ കിലോഗ്രാം ഓഫ് ടൊമാറ്റോ. MSP ഗവൺമെന്റ് പറയുന്നത് 10 രൂപയാണ്. MSPക്ക് ഫാർമറിന് ഗവൺമെന്റിന് കൊടുക്കാം എന്നാണ് പ്രൊഡക്ട്സ്. സോ ഗവൺമെന്റ് വിൽ പ്രൊക്വയർ ദീസ് പ്രൊഡക്ട്സ് ഫ്രം ദ ഫാർമർ. ഗവൺമെന്റ് പല സെൻട്രൽ ഏജൻസീസ് വെച്ചിട്ടാണ് ഈ പ്രൊഡക്ട്സ് ഫാമേഴ്സിൽ നിന്ന് എടുക്കുന്നത്. ഉദാഹരണത്തിന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്ട്ലി സെല്ലിംഗ് ദ പ്രൊഡക്ട്സ് അറ്റ് ദ മണ്ടീസ് അല്ലെങ്കിൽ അറ്റ് ദ മാർക്കറ്റ്, ഫാമേഴ്സ് ക്യാൻ ഗീവ് ദ പ്രൊഡക്ട്സ് ടു ദ ഗവൺമെന്റ്. 10 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. ഇതാണ് MSP എന്നുള്ള കൺസെപ്റ്റ്. സോ ഇത് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ് ഒരു ഇഷ്യൂ പറയുന്നത്. 2, ഇഫ് ദ ഫാം പ്രൊഡ്യൂസ് ഈസ് സോൾഡ് ഔട്ട്സൈഡ് APMC മണ്ടീസ്, ദീസ് വിൽ സ്റ്റോപ്പ് ഫങ്ഷനിങ്. സോ APMC മണ്ടീസിന് പുറത്ത് ഫാമേഴ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് ഡയറക്ട്ലി ഫാമേഴ്സ് വിൽക്കുകയാണ്, അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ ഈ APMC മണ്ടീസ് അതിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആവും എന്നാണ് രണ്ടാമത്തെ ഇഷ്യൂ. മൂന്നാമത്തത്, വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ഗവൺമെന്റ് ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടൽ ലൈക്ക് ഈനാം? സോ ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടൽ ഈനാം എന്നുള്ള പോർട്ടൽ ഗവൺമെന്റ് നേരത്തെ തന്നെ ലോഞ്ച് ചെയ്ത പോർട്ടലാണ്. ഓൺലൈൻ അഗ്രികൾച്ചറൽ മാർക്കറ്റ് തന്നെയാണ് ഈനാമിലും പറയുന്നത്. സോ ഈ ബില്ലിൽ ഇലക്ട്രോണിക് ട്രേഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. സോ ഈ ബില്ലിൽ എക്സ്ട്രാ പറയുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഈനാം പോലുള്ള ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, അഗ്രികൾച്ചറൽ ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, അതിനെന്ത് സംഭവിക്കും? ദീസ് ആർ ദ ഇഷ്യൂസ്. ഇതിന് എന്തൊക്കെയാണ് ക്ലാരിഫിക്കേഷൻസ് ഗവൺമെന്റ് പറയുന്നത്? ഒന്ന്, ദ പ്രൊക്യൂർമെന്റ് അറ്റ് MSP വിൽ കണ്ടിന്യൂ. സോ MSP വിൽ കണ്ടിന്യൂ. അതായത് ഫാമേഴ്സിന് വേണമെങ്കിൽ അഗ്രികൾച്ചറൽ മണ്ടീസിൽ തന്നെ പ്രൊഡക്ട്സ് വിൽക്കാം, ഇല്ല എങ്കിൽ കമ്പനീസിൻ്റെ അടുത്തും വിൽക്കാം. അത് ഫാമേഴ്സിന് ഡിസൈഡ് ചെയ്യാം. MSP വെച്ച് പ്രൊഡക്ട്സ് വാങ്ങാൻ ഗവൺമെന്റ് റെഡിയാണ്. സോ ദ പ്രൊക്യൂർമെന്റ് അറ്റ് MSP വിൽ കണ്ടിന്യൂ. Farmers can sell their produce at MSP rate. ഫാമേഴ്സിന് MSP കൊടുക്കാൻ ഗവൺമെന്റ് റെഡിയാണ്. 2, മണ്ടീസ് വിൽ നോട്ട് സ്റ്റോപ്പ് ഫങ്ഷനിങ്. സോ വേണമെങ്കിൽ മണ്ടീസിൽ വിൽക്കാം, അല്ലെങ്കിൽ പുറത്ത് കമ്പനികളിലും വിൽക്കാം. മണ്ടീസ് വിൽ നോട്ട് സ്റ്റോപ്പ് ഫങ്ഷനിങ്. അണ്ടർ ദ ന്യൂ സിസ്റ്റം, ഫാമേഴ്സ് വിൽ ഹാവ് ദ ഓപ്ഷൻ ടു സെൽ ദെയർ പ്രൊഡ്യൂസ് അറ്റ് അതർ പ്ലേസസ് ഇൻ അഡീഷൻ ടു മണ്ടീസ്. അതായത് ഒരു എക്സ്ട്രാ ചോയ്സും കൂടെ ഫാർമറിന് കൊടുക്കുകയാണ്. വെദർ ദേ വാണ്ട് ടു സെൽ ഇൻ മണ്ടീസ് ഓർ ഔട്ട്സൈഡ്, ഇറ്റ്സ് ദെയർ ഡിസിഷൻ. The ENAM trading system will also continue in the mandis. So ENAM നേരത്തെ ഉണ്ടായിരുന്നു, 2015 ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു, അത് കണ്ടിന്യൂ ചെയ്യും. ട്രേഡിംഗ് ഇൻ ഫാം പ്രൊഡ്യൂസ് വിൽ ഇൻക്രീസ് ഓൺ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം. ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ഫാമേഴ്സും കൂടുതൽ ട്രേഡേഴ്സും കച്ചവടം ചെയ്യുകയും ഫാമേഴ്സിന് കുറേയും കൂടെ നല്ല പ്രൈസ് കിട്ടും എന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. സോ ഇത്രയുമാണ് ഒന്നാമത്തെ ബില്ലിൽ പറയുന്നത്. രണ്ടാമത്തത്, ദ ഫാമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെന്റ് ഓഫ് പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസസ് ബിൽ 2020. What are the main provisions of the bill? The new legislation will empower the farmers for engaging with processors, wholesalers, aggregators, large retailers, exporters, etc. on a level playing field. So നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്ട്ലി ഫാമേഴ്സ് ക്യാൻ എൻഗേജ് വിത്ത് ഹോൾസെയിലേഴ്സിന് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സിന് ഡയറക്ട്ലി ഫാമേഴ്സിന് പ്രൊഡക്ട്സ് വിൽക്കാം. ഉദാഹരണത്തിന് ഇന്ത്യയിലൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ മെയിൻ ഉദ്ദേശം എക്സ്പോർട്ടിംഗ് ആണെന്നിരിക്കട്ടെ, അഗ്രികൾച്ചർ എക്സ്പോർട്ടിംഗ്, പ്രൊഡക്ട്സ് എക്സ്പോർട്ടിംഗ്, ഡയറക്ട്ലി ആ കമ്പനിക്ക് വിൽക്കാം. ഓർ ലാർജ് റീറ്റെയിലേഴ്സ് ഓൺ എ ലെവൽ പ്ലേയിങ് ഫീൽഡ്. പ്രൈസ് അഷുറൻസ് ടു ഫാമേഴ്സ് ഈവൻ ബിഫോർ സോവിങ് ഓഫ് ക്രോപ്സ്. സോ ക്രോപ്സ് സോവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എത്ര പ്രൈസ്, എത്ര കിലോയ്ക്ക് എത്ര പ്രൈസ് കൊടുക്കും എന്ന് ഈ കമ്പനീസുമായിട്ട് ഫാർമേഴ്സ് കോൺട്രാക്ട് ഫാമിംഗ് സൈൻ ചെയ്യും. ഇൻ കേസ് ഓഫ് ഹയർ മാർക്കറ്റ് പ്രൈസ്, ഫാമേഴ്സ് വിൽ ബി എൻടൈറ്റിൽഡ് ടു ദിസ് പ്രൈസ്
over and above the minimum price. Pricing of farming produce. The price of farming produce should be mentioned in the agreement. So contract farming, ആ agreement-നകത്ത് ആ price അത് mention ചെയ്യണം. For the prices subjected to variation, a guaranteed price for the produce and a clear reference for any additional amount above the guaranteed price must be specified in the agreement. So ആ പ്രൊഡക്ട്സിന് ഫാർമർ കൊടുക്കുന്ന പ്രൊഡക്ട്സിന് ഗ്യാരണ്ടീഡ് പ്രൈസ് അത് മസ്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഇനിയും വേരി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എങ്കിൽ അത് എത്ര അഡീഷണൽ എമൗണ്ട് എക്സ്ട്രാ കൊടുക്കാൻ കമ്പനി റെഡിയാണ് എന്നും ആ എഗ്രിമെന്റിൽ പറയേണ്ടതായിട്ടുണ്ട്. ഇത് മാത്രം പറഞ്ഞാൽ പോരാ, the process of price determination must also be mentioned in the agreement. ഏത് രീതിയിലാണ് ഈ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത് എന്നും ഈ കോൺട്രാക്ട് എഗ്രിമെന്റിൽ പറയേണ്ടതായിട്ടുണ്ട്. സോ കോൺട്രാക്ട് എഗ്രിമെന്റിൽ ദ ഗ്യാരണ്ടീഡ് പ്രൈസ് ഓഫ് ദ പ്രൊഡ്യൂസ് മസ്റ്റ് ബി മെൻഷൻഡ്, any additional amount above the guaranteed price must be mentioned, and the process of price determination must be mentioned. Next, it will also enable the farmer to access a modern technology, better seeds and other inputs. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്കാർ വന്നിട്ട് കുറേ അധികം ഫാമേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്ര കിലോ, സപ്പോസ് ഒരു 100 ടൺ പൊട്ടറ്റോ വേണം എന്ന് പറയുന്നു. അപ്പോൾ ഇവർ ഫാമേഴ്സിൻ്റെ സാഹചര്യങ്ങൾ നോക്കും. ഫാമേഴ്സിന് ആവശ്യമുള്ള മെക്കനൈസേഷൻ ഇല്ല എങ്കിൽ, അതായത് ട്രാക്ടേഴ്സ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പവർ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ല എങ്കിൽ, പെസ്റ്റിസൈഡ്സ്, അതുപോലെ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സിൻ്റെ കുറവുണ്ട് എങ്കിൽ ഇത് ഇവർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും, പ്രൈവറ്റ് കമ്പനിക്കാർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ കമ്പനിക്ക് കിട്ടുന്ന പ്രൊഡക്ട്സിൽ അത് റിഫ്ലക്ട് ചെയ്യും. സോ ക്വാളിറ്റി പ്രൊഡക്ട്സ് കമ്പനി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ്, ക്യാപിറ്റലിസമാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ട്സിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പ്രൊഡക്ട്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. മത്സരിക്കുന്ന കമ്പനികൾ കൂടുതൽ പ്രൊഡക്ട്സ് വിൽക്കാൻ പറ്റും. സോ അത് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ കമ്പനീസ് സമ്മതിക്കത്തില്ല. സോ ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സോളാർ പാനൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ പമ്പ് സെറ്റ് ആയിരിക്കാം, ട്രാക്ടർ ആയിരിക്കാം, ഫെർട്ടിലൈസേഴ്സ്, ഹൈ ഈൽഡിങ് സീഡ്സ് ആയിരിക്കാം, ഇത് കമ്പനീസ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവും. It will reduce the cost of marketing and improve the income of farmers. So cost of marketing കുറയും. കാര്യം ഈ ഫാമേഴ്സിന് ഇവരുടെ പ്രൊഡക്ട്സ് ഡിഫറെൻ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യം വരത്തില്ല. കമ്പനീസ് തന്നെ വരും. എന്നിട്ട് ഫാമേഴ്സിന് ബിഡ് ചെയ്യാം. പല പല കമ്പനീസ് ഉണ്ടാവും. ഏറ്റവും നല്ല കാശ് തരുന്ന കമ്പനിക്ക് ഫാമേഴ്സിന് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഇംപ്രൂവ് ദ ഇൻകം ഓഫ് ഫാമേഴ്സ്. ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ഇൻകം ഓഫ് ഫാമേഴ്സ്. ഉദാഹരണത്തിന് ഒരു ഗ്രാമത്തിൽ സപ്പോസ് ഒരു 2-3 കമ്പനി വരുന്നിരിക്കട്ടെ. അവർ ഡിസ്കസ് ചെയ്യുമ്പം ഏറ്റവും പ്രൈസും ഏറ്റവും ഫെസിലിറ്റിയും ഏത് കമ്പനിയാണോ തരുന്നത് ആ കമ്പനിക്ക് ഫാമേഴ്സിന് പ്രൊഡക്ട്സ് വിൽക്കാവുന്നതാണ്. Effective dispute resolution mechanism has been provided for with clear timelines for redressal. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ വരേണ്ട കാര്യമില്ല. എഫക്റ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം വിൽ ബി പ്രൊവൈഡഡ്. These are the provisions in the bill. ഈ ബില്ലിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? Under contract farming, farmers will be under pressure and they will not be able to determine prices. ഫാമേഴ്സ് ഈ കോൺട്രാക്ട് ഫാമിംഗ് ഒപ്പിടുന്നത് കമ്പനീസുമായിട്ടാണ്. ഫാമേഴ്സിന് വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നില്ല. അതായത് ഈ കോൺട്രാക്ട് ഫാമിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസുകൾ, സബ് ക്ലോസുകളും കാര്യങ്ങളും ഈ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം എന്നില്ല. അതേസമയം കമ്പനിയിൽ നിൽക്കുന്നവർക്ക്, കമ്പനിക്ക് ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനീസിന് വേണമെങ്കിൽ ഫാമേഴ്സിനെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ഇത് ഈ ബില്ലിനകത്തുള്ള ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. ഇൻ കേസ് ഓഫ് എനി ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ബിഗ് കമ്പനീസ് വിൽ ബി അറ്റ് അഡ്വാൻറ്റേജ്. സോ ഫാമേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് കമ്പനീസ് വിൽ ബി അറ്റ് അഡ്വാൻറ്റേജ് ഇഫ് ദർ ഈസ് എനി ഇഷ്യൂ. ഇതിന് ക്ലാരിഫിക്കേഷൻ എന്താ പറയുന്നത് ഗവൺമെന്റ്? വാട്ട് ഈസ് ദ ക്ലാരിഫിക്കേഷൻ ഗിവൺ ബൈ ദ ഗവൺമെന്റ്? The farmers will have full power in the contract to fix a sale price of his choice for the produce. അതായത് എത്ര പ്രൈസിന് വിൽക്കണം എന്നുള്ള തീരുമാനിക്കുന്നത് കംപ്ലീറ്റ്ലി ഫാമർ തന്നെ ആയിരിക്കും. അതിനുള്ള എല്ലാ അധികാരവും ഫാമറിനുണ്ടാവും എന്ന് ഗവൺമെന്റ് പറയുന്നു. അതുകൂടാതെ
farmer will receive payment within maximum 3 days. So 3 ദിവസത്തിനകം കോൺട്രാക്ട് ഒപ്പിട്ട് കഴിഞ്ഞ് 3 ദിവസത്തിനകം ആ കോൺട്രാക്റ്റിൽ പറയുന്ന പേയ്മെന്റ് ഫാർമറിന് കിട്ടുന്നതായിരിക്കും. 10,000 FPOs, farmer producer organizations, will be set up throughout India. ഇന്ത്യ ഒട്ടാകെ 10,000 farmer producer organizations will be set up. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാമിംഗ് റൂൾസ്, കോൺട്രാക്ട് ഫാമിങ്ങിന്റെ റൂൾസും കാര്യങ്ങളും ഫാമേഴ്സിനെ അറിയിക്കുക, അങ്ങനെ ടു എൻഷുവർ ദേ ആർ ഗെറ്റിംഗ് എ ഗുഡ് പ്രൈസ് ഫോർ ദെയർ പ്രൊഡ്യൂസ്. ഫാമേഴ്സിന് മാന്യമായ ഒരു തുക കിട്ടാൻ വേണ്ടി 10,000 FPOs will be set up. After signing the contract, farmer will not have to seek out traders. The purchasing consumer will pick up the produce directly from the farm. So the companies, they can pick up the produce directly from the farm. Farmers idinu vendi buddhipetta karyam illa. In case of dispute, there will be no need to go to court repeatedly. കോടതിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഫാമേഴ്സും കമ്പനീസും തമ്മിൽ എനി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കോടതിയിൽ പോകേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ലോക്കൽ ഡിസ്പ്യൂട്ട് റിട്രസൽ മെക്കാനിസം വിൽ ബി സെറ്റപ്പ്. സോ ലോക്കൽ ലെവലിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള മെക്കാനിസം ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യും എന്നാണ് ക്ലാരിഫിക്കേഷനിൽ ഗവൺമെന്റ് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ബില്ല് ദ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അമെൻമെന്റ് ബിൽ 2020. സോ ബില്ല് നിങ്ങൾക്ക് പേര് കാണാൻ പറ്റും, അമെൻമെന്റ് ആണ്. സോ ഒറിജിനലി എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഉണ്ട്, ആ ആക്ടിനെ അമെൻഡ് ചെയ്തുകൊണ്ടുള്ള ബില്ലാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ആദ്യം എന്താണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൽ പറയുന്നത്. അതായത് ചില കമ്മോഡിറ്റീസ് ഗവൺമെന്റിന് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഉദാഹരണത്തിന് ചില ഫുഡ് ഐറ്റംസ് ആവട്ടെ, അല്ലെങ്കിൽ ഫേസ് മാസ്ക്, ഹാൻഡ് സാനിറ്റൈസേഴ്സ്, പെട്രോളിയം പ്രൊഡക്ട്സ്, ചില മെഡിസിൻസ്, ഇതൊക്കെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആയിട്ട് ഗവൺമെന്റിന് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഈ കമ്മോഡിറ്റീസ് ഹോർഡ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു വെയർ ഹൗസിൽ കുറേ അധികം കമ്മോഡിറ്റീസ് ഇങ്ങനെ ഹോർഡ് ചെയ്ത് വെച്ച് അനാവശ്യമായിട്ട് പ്രൈസ് മാർക്കറ്റിൽ കൂടാൻ പാടില്ല. അതായത് ഒരുപാട് ഹോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ പ്രൈസ്? സപ്ലൈ ഈസ് ബീങ് റെഡ്യൂസ്ഡ്, ആർട്ടിഫിഷ്യലി സപ്ലൈ കുറയ്ക്കുകയാണ്. അപ്പോൾ ദ പ്രൈസ് വിൽ ഇൻക്രീസ്. ആ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്ട്സ് വിൽക്കും. ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. സോ ചില കമ്മോഡിറ്റീസ് എസെൻഷ്യൽ ആണ് എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹോർഡിംഗ് ദാറ്റ് വിൽ ബിക്കം ഇല്ലീഗൽ. ഓക്കെ, എന്താ അമെൻമെന്റ് പറയുന്നത്? ഇറ്റ് സീക്സ് ടു റിമൂവ് കമ്മോഡിറ്റീസ് ലൈക്ക് സിറിയൽസ്, പൾസസ്, ഓയിൽ സീഡ്സ്, എഡിബിൾ ഓയിൽ, ഓണിയൻ ആൻഡ് പൊട്ടറ്റോസ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. സോ ഈ പറയുന്ന കമ്മോഡിറ്റീസ് they are removed from the list of essential commodities. Okay, ഈ പറയുന്ന കമ്മോഡിറ്റീസ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇഫ് ദർ ഈസ് വാർ, ഫാമിൻ, എക്സ്ട്രാ ഓർഡിനറി പ്രൈസ് റൈസ് ആൻഡ് നാച്ചുറൽ കലാമിറ്റി ഓഫ് ഗ്രേവ് ഓർഡർ. സോ ഈ പറയുന്ന കണ്ടീഷൻസ് വരികയാണെങ്കിൽ വാർ, ഫാമിൻ, എക്സ്ട്രാ ഓർഡിനറി പ്രൈസ് റൈസ്, നാച്ചുറൽ കലാമിറ്റി ഓഫ് ഗ്രേവ് നേച്ചർ, അങ്ങനാണെങ്കിൽ മാത്രം ഈ കമ്മോഡിറ്റീസിനെ നമുക്ക് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇനിയും ഒന്ന് രണ്ട് ക്ലോസുകൾ പറയുന്നുണ്ട്. ഈ സ്റ്റോക്ക് ലിമിറ്റ്, എ സ്റ്റോക്ക് ലിമിറ്റ് മേ ബി ഇമ്പോസ്ഡ് ഓൺലി ഇഫ് ദർ ഈസ്, അതായത് ഹോർഡിംഗ് സ്റ്റോക്ക് ലിമിറ്റ് എപ്പം ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും? ദർ ആർ ടു കണ്ടീഷൻസ്. എ സ്റ്റോക്ക് ലിമിറ്റ് മേ ബി ഇമ്പോസ്ഡ് ഓൺലി ഇഫ് ദർ ഈസ് എ 100% ഇൻക്രീസ് ഇൻ the retail price of horticultural produce. So horticultural produce, for example, vegetable. ഒരു വെജിറ്റബിളിൻ്റെ സപ്പോസ് 1 kilogram പൊട്ടറ്റോ, 1 kilogram പൊട്ടറ്റോയുടെ വില 100 rupees ആണെന്നിരിക്കട്ടെ. ഇഫ് ദർ ഈസ് എ 100% ഇൻക്രീസ് ഇൻ ദ റീറ്റെയിൽ പ്രൈസ്, സോ 100 രൂപയുള്ള പൊട്ടറ്റോ വില 201 രൂപയാണെന്നിരിക്കട്ടെ, 100% പ്ലസ് ഇൻക്രീസ് ആയല്ലോ. അങ്ങനാണെങ്കിൽ പൊട്ടറ്റോയ്ക്ക് സ്റ്റോക്ക് ലിമിറ്റ് ഇമ്പോസ് ചെയ്യാൻ ഗവൺമെന്റിന് സാധിക്കും. അതായത് പൊട്ടറ്റോ തിരിച്ച് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഗവൺമെന്റിന് സാധിക്കും. ക്ലിയർ? ആൻഡ് അടുത്തത്, എ 50% ഇൻക്രീസ് ഇൻ ദ റീറ്റെയിൽ പ്രൈസ് ഓഫ് നോൺ പെറിഷബിൾ അഗ്രികൾച്ചറൽ ഫുഡ് ഐറ്റംസ്. ഉദാഹരണത്തിന് ഒരു ഓയിൽ സീഡ്സ് എടുക്കാം. ഓയിൽ സീഡ്സിന്റെ പ്രൈസ് സപ്പോസ് 1 ലിറ്റർ 1 കിലോഗ്രാമിന് 100 rupees ആണെന്നിരിക്കട്ടെ. ഓക്കെ, അത് 151 rupees ആയി. സോ 50% പ്ലസ് ഇൻക്രീസ് ആയി പ്രൈസ്. അങ്ങനാണെങ്കിൽ ഓയിൽ സീഡിനും സ്റ്റോക്ക് ലിമിറ്റ് ഇമ്പോസ് ചെയ്യാം.
ഓയിൽ സീഡ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുക. സോ ദീസ് ആർ അഗെയിൻ ടു കണ്ടീഷൻസ്, എക്സ്ട്രാ ടു കണ്ടീഷൻസ്. So a stock limit may be imposed only if there is a 100% increase in the retail price of horticultural produce and a 50% increase in the retail price of non-perishable agricultural food items. So these are the three bills which are being recently introduced and passed. ഇത്രയും പറഞ്ഞ പ്രൊവിഷൻസ് ഓർത്തിരിക്കുക.